സി എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ നമ്മളിലില്ലാത്ത ഒരു പുതിയ കാര്യം നേടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനെയാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനെയാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ശക്തമായ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവും. അങ്ങനെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ ശരിക്കും പല കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനായി നിങ്ങൾ മാറും. നിങ്ങൾ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ കൂടുതൽ പെയിൻ എടുക്കേണ്ടതായിട്ട് വരും, കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നേടാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫസ്റ്റ് സി. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ സി എന്താണെന്ന് നമ്മൾ പഠിക്കാം. രണ്ടാമത്തെ സി എന്ന് പറയുന്നത്